അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഉത്തർപ്രദേശിൽ മലയാളി യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ പരാതിയുമായി യുവതിയുടെ ബന്ധുക്കൾ. മരിച്ച നിഷയെ ഭർത്താവും വീട്ടുകാരും നിരന്തരം പീഡനത്തിന് വിധേയമാക്കിയിരുന്നതായി ബന്ധുക്കൾ ആരോപിച്ചു. മുമ്പ് 2 വിവാഹങ്ങൾ കഴിച്ച അജിത് കുമാർ ഇക്കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചുകൊണ്ടായിരുന്നു നിഷയെ വിവാഹം ചെയ്തതെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഭർത്താവും കുടുംബവും പീഡനത്തിന് ഇരയാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി ഈ മാസം 12-ന് നിഷ UP പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഈ മരിക്കുന്നതിന് മുമ്പേ എന്നെ വിളിച്ചു പറഞ്ഞു, എന്നെ കൊല്ലാൻ പോവാണെന്ന് വിളിച്ച് ഫോണിൽ കൂടെ പറഞ്ഞു. എൻ്റെ വോയിസ് കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മോളെ നീ പിന്നെ മനുഷ്യാവകാശ കമ്മീഷനെ വിളിച്ചറിയിക്കും. അറിയിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തിരിച്ചു പോയി. അവരുടെ അച്ഛനും അമ്മയും ഏതാണ്ടൊക്കെ മോശമായിട്ട് അവരെ പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്ത് അവർ വന്ന് നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വരിക, റിപ്പോർട്ട് ചെയ്യുക, നമുക്ക് എന്താണെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് എന്നോട് പറഞ്ഞ കുറേ കഥകൾ. ഇത് കഴിഞ്ഞ് ഇത് ഈ പോലീസുകാർ വന്ന ശേഷമാണ് ഇവരെന്തോ ഈ കുട്ടിയിലേക്ക് ചെയ്തിട്ടുണ്ട്. അവൾ തൂങ്ങി മരിക്കുമായിരുന്നു ആ റിപ്പോർട്ട് കിടക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. തിരുവനന്തപുരം നരുവാമൂട്ടിൽ ഗുരുമന്ദിരം തകർത്ത കാണിക്ക വഞ്ചി മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. ആയക്കോട് സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. കാട്ടക്കട DYSP N ഷിബുവിന്റെ നേതൃത്വത്തിൽ സമീപത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്.